ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ, യാ എന്ന് വേണമെങ്കിൽ നമുക്ക് നീട്ടാവുന്നതാണ് 4-5 ഹർക്കത്തിൻ്റെ അളവിൽ. അയ്യുഹന്നാസു എന്ന നൂനിന് ഗുന്നയാണ്, അവിടെ മണിച്ചുകൊണ്ട് ഓതുക. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന എന്നത് വളരെ വ്യക്തമായിട്ട് ഓതേണ്ടതുണ്ട്. മിൻ ഖബ്ലികും, അവിടെ അവ്യക്തമായി മിൻ എന്ന നൂനിനെ വ്യക്തമാക്കാതെ മണിച്ചുകൊണ്ട് ഇഖ്ഫാ ചെയ്താണ് ഓതേണ്ടത്. ലഅല്ലകും തത്തഖൂൻ. അവസാനം വേണമെങ്കിൽ 2, 4, 6 ഹർക്കത്തിൻ്റെ അളവിൽ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. ഫാത്തിഹയുടെ അവസാനത്തെ 2 വചനങ്ങളിലൂടെ വിശ്വാസി ആവശ്യപ്പെട്ട ഹിദായത്ത് എന്താണെന്ന് കൃത്യമായി വിവരിക്കുന്നതായിരുന്നു അൽ ബഖറയിലെ ആദ്യത്തെ 20 വചനങ്ങൾ. അവയ്ക്ക് ശേഷം ദാസനും അവൻ്റെ നാഥനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിത്തറ വ്യക്തമാക്കുകയാണ് ഈ ആയത്തുകളിൽ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ സഹായം ചോദിക്കുന്നതും നിന്നോട് മാത്രമാണ് എന്ന ഫാത്തിഹയിലെ 5-ാമത്തെ ആയത്തിലുള്ള ദാസന്റെ പ്രതിജ്ഞയുടെ പ്രതിഫലനം. ഫാത്തിഹ അവസാനിച്ചിടത്ത് നിന്നാണ് ബഖറ തുടങ്ങിയത്. ഇപ്പോൾ ഫാത്തിഹയിലെ കേന്ദ്ര പ്രാർത്ഥനയുടെ പ്രതിഫലനത്തിലെത്തിയിരിക്കുന്നു. ഖുർആൻ വചനങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ദർപ്പണത്തിൻ്റെ സൗന്ദര്യം നോക്ക്. തിരശ്ചീനമായ ഒരു കണ്ണാടിയിൽ നേരെ നിർത്തിയ ഫാത്തിഹ, കണ്ണാടിയിലെ അതിൻ്റെ പ്രതിഫലനമായി ബഖറ. ഫാത്തിഹയിലെ അവസാന വചനങ്ങളിൽ വിശ്വാസി അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചു. ഹിദായത്തിനായി നൽകിയ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബഖറ തുടങ്ങി. ദാസൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതരുടെ മാർഗമേതാണെന്ന് അതിനുശേഷമുള്ള ആദ്യ വചനങ്ങളിൽ വിവരിക്കപ്പെട്ടു. അവൻ വെറുക്കുന്ന കോപഗ്രസ്തരുടെയും വഴിപിഴച്ചവരുടെയും പാത ഏതാണെന്ന് പിന്നീട് വ്യക്തമായി വിശദീകരിച്ചു. ഇതേവരെയുള്ള വചനങ്ങളിൽ ഒരു 3-ാം വ്യക്തിയായിരുന്നു സംസാരിച്ചിരുന്നത്. ഹിദായത്ത് ആവശ്യപ്പെട്ടവർക്ക് ഹിദായത്ത് എന്താണെന്ന് വിവരിക്കുന്ന 3-ാം വ്യക്തി. ഇപ്പോൾ നാഥനും ദാസനും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധത്തിൻ്റെ അടിത്തറ പറയാൻ തുടങ്ങുകയാണ്. നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഫാത്തിഹയിൽ ദാസൻ പ്രതിജ്ഞ ചെയ്തു. ഈ വചനങ്ങളിലുള്ളത് എന്തുകൊണ്ട് അള്ളാഹുവിന് ആരാധന എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഹിദായത്തിലെത്തിയ മുത്തക്കികളെയും ഹിദായത്തിൽ നിന്ന് ബഹുദൂരം സ്ഥിതി ചെയ്യുന്ന കാഫിറുകളെയും മുനാഫിക്കുകളെയും കുറിച്ചാണ് ഇതുവരെയുള്ള വചനങ്ങളിൽ വിശദീകരിച്ചത്. ഹിദായത്തിലെത്തിയാലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകാനാവൂ, അതിന് മുത്തക്കിയാകണം. ഏതൊരു സാധാരണക്കാരനും മുത്തക്കിയാവാം. അതിനെന്താണ് മാർഗം? മുത്തക്കിയാകാനുള്ള മാർഗമാണ് ഈ 2 വചനങ്ങളിലുള്ളത്. നാഥനെ ആരാധിക്കുകയാണ് ആ മാർഗം. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഖുർആനിലെ ആദ്യത്തെ വചനമാണിത്. ഈ അഭിസംബോധന എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു. ജാതി, മത, വർഗ, വർണ്ണ, ദേശ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അഭിസംബോധന. എല്ലാവർക്കുമായി തുറന്നു വെച്ചതാണ് സന്മാർഗത്തിൻ്റെ വാതിൽ.
ദൈവീകമായ മുഴുവൻ അനുഗ്രഹങ്ങൾക്കുമുള്ള വാതിലാണത്. അവയ്ക്ക് അർഹമാകണമെങ്കിൽ മുത്തക്കിയാവണം. മുത്തക്കിയാകണമെങ്കിൽ ഓരോരുത്തരും നാഥനെ ആരാധിക്കണം. അപ്പോഴാണ് സൂക്ഷ്മാലുവായി ജീവിക്കുവാൻ എല്ലാവർക്കും കഴിയുക. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ് മനുഷ്യരോടെല്ലാമുള്ള അഭ്യർത്ഥന. നാഥൻ എന്ന് പരിഭാഷപ്പെടുത്തിയ റബ്ബ്, ആരാധനയെന്ന് പരിഭാഷപ്പെടുത്തിയ ഇബാദത്ത് എന്നീ പദങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് ഫാത്തിഹയുടെ ആസ്വാദനത്തിൽ നാം മനസ്സിലാക്കിയതാണ്. ഖുർആനിൻ്റെ ഭാഷയിൽ അല്ലാഹു റബ്ബും മനുഷ്യൻ അബ്ദുമാണ്. അബ്ദ് എന്നാൽ ദാസൻ എന്നാണ് അർത്ഥം. അബ്ദിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥതയും അധികാരമുള്ളവനും അവനെ നാശങ്ങളില്ലാതെ സംരക്ഷിക്കുകയും ശരിയായ രീതിയിൽ നയിക്കുകയും ചെയ്യുന്നവനുമാണ് റബ്ബ്. തനിക്കുള്ളതെല്ലാം നൽകി തന്നെ സംരക്ഷിക്കുന്ന റബ്ബിന് അബ്ദ് നൽകേണ്ടത് എന്തെല്ലാമാണോ അതെല്ലാം ഇബാദത്താണ്. താഴ്മയുടെയും ഭക്തി ബഹുമാനങ്ങളുടെയും അങ്ങേയറ്റത്തോടു കൂടി ചെയ്യുന്ന മുഴുവൻ മനുഷ്യകർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന ശബ്ദമാണിത്. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതല്ലാതെയുള്ള സ്നേഹവും ഭക്തിയും ഭയവും അനുസരണയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇബാദത്ത്. നാഥന്റെ നിർദ്ദേശപ്രകാരമുള്ള വെറുപ്പും ശത്രുതയും അനുസരണക്കേടുമെല്ലാം അതിൽപ്പെടും. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ചെയ്യുന്ന കർമ്മങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന പദം. മനുഷ്യ സൃഷ്ടിയുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ നാഥന് ചെയ്യേണ്ട ഈ ആരാധനയാണ്. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലൂടെ പടച്ചവൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അവനെ ആരാധിക്കണമെന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടി അവൻ മാത്രമേ അത് അർഹിക്കുന്നുള്ളൂ എന്നതാണ്. അവനാണ് റബ്ബ്, മനുഷ്യൻ അവൻ്റെ അബ്ദാണ്. റബ്ബിന് അബ്ദ് ചെയ്യേണ്ടത് എന്താണോ അതാണ് ഇബാദത്ത്. ദാസ്യത്തിൻ്റെ പൂർണ്ണതയാണത്. മാനുഷികമായ വ്യവഹാരത്തിലുള്ള ദാസ്യമല്ല അത്. ഭൗതികമായ അളവുകൾക്കപ്പുറത്തുള്ള ദാസ്യം, പരമമായ ദാസ്യം. കാര്യകാരണങ്ങൾക്കതീതമായ രക്ഷയാഗ്രഹിച്ചും ശിക്ഷ ഭയന്നും കൊണ്ടുള്ള ദാസ്യം. പ്രാർത്ഥനയുൾക്കൊള്ളുന്ന സൽക്കർമ്മങ്ങളിലെല്ലാം നിലീനമായിരിക്കുന്നത് ഈ ദാസ്യമാണ്. ആ ദാസ്യത്തിൽ നിന്നാണ് മതപരമായ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവുന്നത്. ആ ദാസ്യത്തിൽ നിന്നാണ് നാഥനും അവൻ്റെ ദൂതനുമുള്ള നിരുപാധികമായ അനുസരണയുണ്ടാവുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഭക്തിയും സ്നേഹവും സൂക്ഷ്മതയും എല്ലാം നിർഗളിക്കുന്നത്. മാനുഷികമായ അടിമ ഉടമ ബന്ധമല്ല റബ്ബും അവൻ്റെ അബ്ദും തമ്മിലുള്ളത്. ഉടമസ്ഥനും അധികാരിയും സംരക്ഷകനും മാർഗദർശിയും മാത്രമല്ല, അബ്ദിനെ ഏറെ സ്നേഹിക്കുന്നവനും അവൻ്റെ മേൽ തീവ്രമായ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനുമാണവൻ. അവനല്ലാതെ മറ്റാരാണ് ഇബാദത്തുകൾ അർഹിക്കുന്നത്? അള്ളാഹു തന്നെയാണോ റബ്ബ്? അല്ലാതെ മറ്റാരാണ്? ഒന്നാമതായി അവനാണ് നിങ്ങളെയെല്ലാം പടച്ചത്. സൃഷ്ടിയിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്ന് ആർക്കും അഭിപ്രായമില്ല. ബഹുദൈവാരാധകർ പോലും സമ്മതിക്കുന്നതാണ് അള്ളാഹുവാണ് സ്രഷ്ടാവെന്ന സത്യം. ഖുർആൻ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്ന നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചത് അവൻ തന്നെയാണ്. നിങ്ങളുടെ മുൻഗാമികളാണ് നിങ്ങളുടെ ആരാധ്യരിൽ പലരും. അവരായിരുന്നു സ്രഷ്ടാക്കളെന്ന് വാദിച്ചാൽ അവർക്ക് മുമ്പുള്ളവരെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യമുയരും. പലരെയും പലതിനെയും ആരാധിക്കുന്നവരുണ്ട്. അവയെല്ലാം ഒരിക്കൽ ഉണ്ടായവയാണ്. അവ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകമുണ്ട്, മനുഷ്യരുണ്ട്. സൃഷ്ടികളെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നവർക്ക് അവർക്ക് മുമ്പുള്ളവർ ആരെയാണ് ആരാധിച്ചിരുന്നതെന്ന ചോദ്യത്തിന് മുമ്പിൽ പതറുകയല്ലാതെ നിർവാഹമില്ല. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുക എന്ന സന്ദേശം
എക്കാലത്തുമുള്ള എല്ലാവർക്കും സ്വീകരിക്കാനാവുന്ന ആശയമാണ് മാനവികതയുടെ ആശയം. നാഥനെ ആരാധിക്കുന്നതിലൂടെ സൂക്ഷ്മാലുവാകാമെന്നാണ് ഈ വചനത്തിൻ്റെ അന്ത്യം ദ്യോതിപ്പിക്കുന്നത്. തഖ്വയും റബ്ബിനുമുള്ള ആരാധനയും തമ്മിലുള്ള ബന്ധമെന്താണ്? ആരാധനയിലൂടെയാണ് താൻ റബ്ബിൻ്റെ അബ്ദാണെന്ന് ഒരാൾ അംഗീകരിക്കുന്നത്. നാഥന്റെ ദാസ്യം അംഗീകരിക്കുന്നവർ ആദ്യം ചെയ്യുക അവനെക്കുറിച്ച ശരിയായ അവബോധം മനസ്സിൽ പ്രതിഷ്ഠിക്കുകയാണ്. തന്നിൽ പൂർണ്ണമായ അധികാരമുള്ളവൻ, തന്നെ നാശങ്ങളില്ലാതെ സംരക്ഷിക്കുന്നവൻ, തന്നെ ശരിയായ രീതിയിൽ നയിക്കുന്നവൻ, തന്നെ സ്നേഹിക്കുന്നവനും തന്നോട് കാരുണ്യം കാണിക്കുന്നവനും, തന്നേക്കാൾ അധികം അറിയുന്നവൻ, അവനെ ആരാധിക്കുമ്പോൾ അവന്റെ രക്ഷാകർതൃത്വത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ദാസൻ. അയാളുടെ വഴികാട്ടി പിന്നെ തൻ്റെ നാഥനായിരിക്കും. ഏറ്റവും അധികം ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം തൻ്റെ റബ്ബിനെ തന്നെയായിരിക്കും. റബ്ബിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ദാസന്റെ ജീവിതം. റബ്ബിൻ്റെ ദൃഷ്ടി ഇന്ദ്രിയങ്ങളിലൂടെയല്ലാതെ അവൻ അനുഭവിക്കും. തന്നെ തൻ്റെ നാഥൻ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന ബോധമുള്ളവന് സൂക്ഷ്മതയോടെയല്ലാതെ ജീവിക്കുവാൻ കഴിയില്ല. തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവന്റെ മുന്നിൽ വെച്ച് തിന്മകളിൽ വ്യാപൃതരാവുന്നതെങ്ങനെ? കാരുണ്യമൂർത്തിയായ തൻ്റെ നാഥനോട് അനുസരണക്കേട് കാണിക്കുന്നതെങ്ങനെ? അഥവാ അനുസരണക്കേട് വന്നാൽ പോലും നാഥനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരിക്കും ദാസൻ. പാപമുക്തനായി ജീവിക്കാനായി നിരന്തരം പരിശ്രമിക്കുന്നവനാണവൻ. അവനാണ് മുത്തഖി. അങ്ങനെയാകാൻ കഴിയുന്നത് റബ്ബിനുള്ള ആരാധനയിലൂടെയാണ്.